എല്ലാവരുടെയും ഏറ്റവും വലിയ ഡ്രീമുകളിലൊന്നാണ് വെൽത്തി ആവണം, ഫിനാൻഷ്യലി സെക്യൂർ ആവണം എന്നത്. എന്നാൽ ഫിനാൻഷ്യലി സെക്യൂർ ആവണമെങ്കിൽ 3 ഓപ്ഷൻസുകളാണ് നിലവിലുള്ളത്. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തത് ബിസിനസ് ചെയ്യണം. മൂന്നാമത്തത് സ്കില്ല്. ഈ 3 സ്റ്റേജ് വഴിയാണ് നമുക്ക് വെൽത്തി ആവാൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് സ്കില്ല് വഴി മികച്ച തരത്തിൽ വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പർ, ഞാൻ ബുക്കാണ് എടുത്തിട്ടുള്ളത്, നിങ്ങളൊരു പേപ്പർ എടുത്താൽ മതി. പേപ്പറോ ബുക്കോ സംതിങ് എടുക്കുക. അതിനുശേഷം 3 കോളം നിങ്ങൾ വരയ്ക്കുക. 3 കോളം, ജസ്റ്റ് ഒരു 3 കോളം ഞാൻ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിൽ നമുക്കുള്ള സ്കില്ല് എന്തൊക്കെയെന്ന് എഴുതുക. ഓക്കെ, ഞാൻ സ്കില്ല് എഴുതി. രണ്ടാമത്തെ കോളത്തിൽ അവിടെ പ്രോബ്ലം. മൂന്നാമത്തെ കോളത്തിൽ പീപ്പിൾ. ഇങ്ങനെ ഒരു കോളത്തിൽ ഞാൻ 3 കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ സ്കില്ല്, രണ്ടാമത്തെ കോളത്തിൽ പ്രോബ്ലം, മൂന്നാമത്തെ കോളത്തിൽ പീപ്പിൾ. ഇവിടെ സ്കില്ലിൻ്റെ അവിടെ എനിക്ക് എന്തെല്ലാം സ്കില്ലുകളുണ്ട്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഈ സ്കില്ലുകൾ കംപ്ലീറ്റ് എഴുതുക. എക്സാമ്പിൾ, ഞാൻ ഒരു സ്കില്ല് വീഡിയോ എഡിറ്റിംഗ് ആണ്. രണ്ടാമത് എനിക്കുള്ള സ്കില്ല് കോണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്. ഓക്കെ, കോണ്ടന്റ് റൈറ്റിംഗ്, ഇങ്ങനെയുള്ള 2 സ്കില്ല് ഞാൻ എഴുതി. ഇനി ഞാൻ ഇപ്പോൾ കോണ്ടന്റ് റൈറ്റിങ്ങിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കോണ്ടന്റ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെ, ആൾക്കാർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ബഹുഭൂരിപക്ഷം ആൾക്കാരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മികച്ച തരത്തിലെ കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പലപ്പോഴും ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് കോണ്ടന്റുകൾ എഴുതി അപ്ലോഡ് ചെയ്താൽ മാത്രമായിരിക്കും സോഷ്യൽ മീഡിയ റീച്ച് ചെയ്യുന്നത്. അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ റീച്ച് ഡൗൺ ആകും. അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ അവിടെ ഞാൻ കോണ്ടന്റ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം അവിടെയുണ്ട്, അതായത് സോഷ്യൽ മീഡിയയുമായി കണക്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ പ്രോബ്ലത്തിൻ്റെ അവിടെ സോഷ്യൽ മീഡിയ എന്ന് എഴുതുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ അനേകായിരം പ്രോബ്ലംസ്, ഇപ്പോൾ പോസ്റ്റേഴ്സുകളിൽ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ നോർമൽ പോസ്റ്റിൽ എഴുതേണ്ടി വരും. അങ്ങനെ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ചുരുക്കി പ്രോബ്ലംസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലോ ധാരാളം പ്രോബ്ലംസ് ആ രംഗത്തുണ്ട്. അതായത് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വീഡിയോ എഡിറ്റേഴ്സിന് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും. ക്രിയേറ്റേഴ്സിന്, അതായത് ഇൻഫ്ലുവൻസേഴ്സിന്, അവർക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ആളെ ആവശ്യമുണ്ടായിരിക്കും. അതേപോലെ തന്നെ റീൽസുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നന്നായി എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ തന്നെ ഉള്ളൊരു പ്രോബ്ലംസ് ആണ് വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാരുടെ റിക്വയർമെൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വീഡിയോ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഞാനിവിടെ കോണ്ടന്റ് റൈറ്റിംഗ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് സോഷ്യൽ മീഡിയയുമായിട്ട് കണക്ട് ചെയ്തു. ഇനി ഞാനിവിടെ ആരെ സേവിക്കണം എന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ക്ലയൻ്റായിട്ട് വരേണ്ടതെന്ന്. അപ്പം ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കേണ്ട ഒരു കൂട്ടരുണ്ട്, അതായത് സിഇഒമാരാണ്. സിഇഒ എന്തുകൊണ്ടാണ് സിഇഒമാർ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്? പ്രത്യേകിച്ച് ലിങ്ക്ഡിനിൽ സിഇഒമാർ എപ്പോഴും ബിസി ആയിരിക്കും. അവരുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടും വളരെയധികം തിരക്കിലായിരിക്കും. പലപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ, പലപ്പോഴും അത്ര ആക്റ്റീവ് ആകത്തില്ല. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്റ്റീവ് ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സിഇഒമാരെ ചുറ്റിപ്പറ്റി ധാരാളം ആൾക്കാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നോർമലി ഉള്ള ആൾക്കാർ, ഇനി നാളെയുള്ള തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ എംപ്ലോയി ആയിട്ട് കയറാൻ താല്പര്യമുള്ള ആൾക്കാർ, അതേപോലത്തെ ഇൻവെസ്റ്റേഴ്സ്, മീഡിയ, പൊളിറ്റീഷ്യൻസ്, ഇങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഈ സിഇഒമാരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവരുടെ അപ്ഡേറ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യില്ല. കൈകാര്യം ചെയ്യാതെ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ സ്വാഭാവികമായും ഡൗൺലോഡ് പോകും. അതായത് ഇവർ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ വിസിബിലിറ്റി ഇവർ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന് കൃത്യമായി സോഷ്യൽ മീഡിയ പോസ്റ്റ് തയ്യാറാക്കുകയും വേണം.
അപ്പോൾ ഞാനിവിടെ ടാർഗറ്റ് ചെയ്യുന്ന പീപ്പിളായിട്ട് സിഇഒമാരാണ്. ഇനി ഒരു കാര്യം കേൾക്കണോ, ലിങ്ക്ഡിൻ വഴി കോണ്ടന്റ് റൈറ്റിംഗ് അറിയുന്ന ആൾക്കാർക്ക് ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ മന്ത്ലി 2 ലക്ഷത്തിന് മുകളിൽ ഏൺ ചെയ്യുന്ന ആൾക്കാർ നിലവിലുണ്ട്. അറിയോ? കോണ്ടന്റ് റൈറ്റിങ്ങിൽ പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, ലിങ്ക്ഡിൻ നിഷായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മന്ത്ലി 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? ഇതാണ് കാര്യം. അതായത് ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ പ്രോബ്ലം, അതായത് നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾക്കുണ്ട്, അതിന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എഴുതുക. അതിനുശേഷം ആരെ നിങ്ങൾ സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ക്യാഷ് ഉള്ളവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അതായത് പണം നിങ്ങൾക്ക് തരാൻ കഴിവുള്ളവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. സ്കിൽ സെറ്റുമായി ബന്ധപ്പെട്ട് സെല് ചെയ്യാൻ പോവുകയാണെങ്കിൽ ക്യാഷ് ഉള്ളവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ക്യാഷ് ഇല്ലാത്തവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മെച്ചമൊന്നുമില്ല. കാരണം ക്യാഷ് ഉള്ളവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. സ്വാഭാവികമായും അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മളിലോട്ട്, അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് തരാൻ തയ്യാറാണ്. ഇനി അതേ സമയത്ത് ചില ഏരിയകളിൽ നമുക്ക് ചില സ്കിൽ സെറ്റുകൾ വളരെയധികം വീക്കായിരിക്കും. അങ്ങനെ ഒരു വീക്കുള്ള സ്കിൽ സെറ്റുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് എവിടെയെങ്കിലും പോയി പഠിക്കാം, അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഈ സ്കിൽ സെറ്റുകളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ സ്കിൽ സെറ്റിലൂടെ, നമുക്കുള്ള സ്കിൽ സെറ്റിലൂടെ വളരെ വലിയ വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കി നോക്ക്, ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ കംപ്ലീറ്റ് എഴുതുക, പ്രോബ്ലംസ് എഴുതുക, അതേപോലെ തന്നെ ആരെ സർവ് ചെയ്യണം എന്നതും കൂടി എഴുതുക. ശേഷം അതിനനുസരിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ നിങ്ങൾക്ക് തയ്യാറാക്കി നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. എനിക്ക് മികച്ച രീതിയിൽ കോണ്ടന്റ് റൈറ്റിംഗ് അറിയാം. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലമായിട്ട് കണ്ടിരിക്കുന്നത്, അവിടെ ധാരാളം ആൾക്കാർ റെസ്യൂം എഴുതുന്നുണ്ട്, പക്ഷേ നോർമൽ റെസ്യൂമാണ് എഴുതുന്നത്. അതായത് ജാതി, മതം, അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതി റെസ്യൂമിനെ വഷളാക്കി കളയുന്നുണ്ട്. പല ആൾക്കാർക്ക് ജോലി പോലും കിട്ടില്ല അവരുടെ റെസ്യൂം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് കൃത്യമായി റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെ മികച്ച പ്രൊഫഷണൽസുകളെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നു. ബാങ്കിങ്, സെയിൽസ്, മാർക്കറ്റിംഗ്, HR, എഞ്ചിനീയർ, ഡോക്ടർമാർ, ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തു, റെസ്യൂം തയ്യാറാക്കി കൊടുക്കുന്നു. എനിക്ക് ഒരു റെസ്യൂം തയ്യാറാക്കുന്ന സമയത്ത് ഒരു റെസ്യൂമിന് 5000 രൂപ വെച്ച് ചാർജ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പം മികച്ച റെസ്യൂം അവർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒറ്റ റെസ്യൂം അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ കമ്പനി അപ്രൂവൽ നൽകുന്നു, ജോലിക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നു. ആ വാല്യൂ നമുക്ക് കൊടുക്കാൻ കഴിയണം. അതായത് നമ്മൾ ഹയർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിഗ് മണിയുള്ള പീപ്പിൾസ് അവർ നമുക്ക് ക്യാഷ് തരാൻ ഒരു മടിയും ഉണ്ടാകില്ല. അവർ നമുക്ക് തീർച്ചയായും തന്നെ ക്യാഷ് തന്ന് നമ്മളെ ട്രീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇനി ക്ലയൻറ്റുകളെ എങ്ങനെ കണ്ടെത്തും? ഇതിനാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആരെ ട്രീറ്റ് ചെയ്യുന്നു, അവരെവിടെയാണുള്ളത്, ആ ഏരിയകളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുക. പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേണ്ടുന്ന ക്ലയൻറ്റ് നമ്മളിലേക്ക് തന്നെ വന്നോളും. നമ്മൾ കൂടുതൽ അലിയൊന്നും വേണ്ട. ബിഗിനിങ് സ്റ്റേജിൽ ചെറിയൊരു റിസ്ക് ഉണ്ടാവും. അവർ എവിടെയാണുള്ളത് അവിടെ പോയി നമ്മളെ തന്നെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഏരിയയിൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ക്ലയൻറ്റുകൾ നമ്മളിലേക്ക് തന്നെ വന്നോളും. നമ്മൾ കൂടുതൽ അലച്ചിലൊന്നും വേണ്ടി വരില്ല, വളരെ എളുപ്പത്തിൽ. ഇങ്ങനെ നിങ്ങളുടെ സ്കിൽ സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മികച്ച തരത്തിൽ വരുമാനം ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.